ഇത്തികാഫിനെ നീയത്തൊന്ന് ഓർമ്മപ്പെടുത്തിയാൽ അത് നല്ലതാണ്. പല വിഷയങ്ങൾ മൊബൈൽ ഓഫാക്കണമെന്ന് അതറിയായിട്ടല്ലോ. അതങ്ങനെ അപ്പൊ അങ്ങനെ എല്ലാവർക്കും അറിയണതും ഓർമ്മയുള്ളതും എന്നാൽ ചെയ്യൂല എന്ന് വാശിയുള്ളതും അത് നമ്മൾ നോട്ടീസ് ഒട്ടിക്കേണ്ട കാര്യമൊന്നുമില്ല. അത് നോട്ടീസ് ഒട്ടിച്ചു നടക്കൂല. പള്ളി മൊത്തം നോട്ടീസ് ഒട്ടിക്കരുത്. നാളെ ഞാൻ സുന്നി മഹല്ല് ഫെഡറേഷന്റെ സംസ്ഥാന ക്യാമ്പിൽ പ്രസംഗിക്കുമ്പോൾ ഒരു കാര്യം പറഞ്ഞു. സൗകര്യങ്ങൾ എന്ന പേരിൽ ഉണ്ടാക്കുന്ന ഒരുപാട് അസൗകര്യങ്ങളുണ്ട് മഹല്ലുകളിൽ. നമ്മൾ വിചാരം സൗകര്യം ഉണ്ടാക്കിയതാണ്, നോക്കിയാൽ അസൗകര്യക്കാരം. ഫുള്ളായിട്ട് ടൈൽസൊക്കെ ഇട്ട് മുറ്റൊക്കെ കട്ടൊക്കെ വിരിച്ചതിന് ശേഷം ഹൗദുംകാരൊക്കെ കയറിനോടത്ത് വലിയ ഒരു ഗേറ്റ് ഉണ്ടാവും, നല്ലൊരു ഗേറ്റ്, നല്ല വിശാലമായത്. അതിൻ്റെ പകുതി മേലെ ഒരു കുറ്റിയും താഴെ ഒരു കുറ്റി ഇട്ടിട്ട് ഒരു കമ്പി കൊണ്ട് കെട്ടിയും വെച്ചിട്ടുണ്ടാവും തുറക്കാതിരിക്കാൻ. പിന്നെ എന്തിനാ ഗേറ്റ്? ഈ ഗേറ്റ് വെച്ചത് തുറക്കാനല്ലേ. മൂത്രപ്പര ചെന്നാൽ നല്ല വിശാലമായൊരു മൂത്രപ്പര, രണ്ട് സൈഡിലും മൂത്രം വയ്ക്കാനുള്ള സൗകര്യം. ഒരു സൈഡ് ഒരു മുള വെച്ച് കെട്ടിയിട്ടുണ്ടാവും. വെള്ളം മടിക്ക് ഇല്ലാവുന്നല്ല, ഒരു മുള വെച്ചാണ് കെട്ടിയിട്ടുണ്ടാവും. എന്നാ പിന്നെ എന്തിനാണ് ഉണ്ടാക്കിയത്? സൗകര്യങ്ങളാണ് ഉണ്ടാക്കിയത്, ആയത് അസൗകര്യമാണ്. നല്ല വൃത്തിയുള്ള മൂത്രപ്പരയിൽ പിന്നെ ഒരു മുള വെച്ച് കെട്ടിയ അതിന്റെ വൃത്തി ഇപ്പം എന്താ പറയാനുള്ളത്? തരക്കടില്ലാതെ ഉണ്ടാക്കുമ്പോൾ തന്നെ പകുതി ഭാഗം അടച്ചിടാനുള്ള സൗകര്യം ആദ്യം തന്നെ നല്ല വൃത്തിയിൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല. അല്ലെങ്കിൽ ഒരു കയറ് ഞാൻ വലിച്ചു കെട്ടും. ഇതൊക്കെയാണ് നമ്മളെ പരിപാടികൾ പറഞ്ഞത്. നല്ല വൃത്തിയിൽ ടൈൽസൊക്കെ ഇട്ട് നന്നായി ഡോറൊക്കെ വെച്ച് 3 കക്കൂസ് ഉണ്ടാവും, ഒന്നും തുറന്നിട്ടുണ്ടാവില്ല, 3 അടച്ചിട്ടിട്ടുണ്ടാവും. പിന്നെ എന്തിനാ ഉണ്ടാക്കിയത്? ഒരു മനുഷ്യന്റെ ഏറ്റവും വലിയൊരു ഇടങ്ങേറ് എന്ന് പറഞ്ഞാൽ കക്കൂസ് പോകാനുള്ള ഇടങ്ങേറിനല്ലേ. നിക്കരിച്ചാൽ റോഡ് സൈഡിലും പറ്റും, ഇതിനൊക്കെ പറ്റൂലല്ലോ. എന്നിട്ട് നമ്മൾ അതിന് ഓരോ ന്യായം പറയും. അതിപ്പോൾ എല്ലാവരും കയറൂലേന്ന്. പിന്നെ ഇത് എന്തിനുള്ളതാണ് ഈ പരിപാടി? ഇനി എവിടെയെങ്കിലും തുറന്നിട്ടിട്ടുണ്ടെങ്കിൽ അതിന് കുറ്റിയും കുളത്തും ഉണ്ടാവില്ല. 20 ഉറുപ്പ്യാണ് ഒരു കുളത്തിന്റെ വില. ആഴ്ചക്ക് ഒന്ന് മാറ്റിയാലും നഷ്ടമൊന്നുമില്ല. 20 ഉറുപ്പ്യുള്ള ഒരു കുളത്തിടാനുള്ള വില ഉള്ളത്, അതിനാകെ വില ഉള്ളത് കായില്ലെങ്കിൽ ബക്കറ്റ് കട്ടിയാൽ മതി. വെള്ളിയാഴ്ച ചുമക്ക് വരുന്നത് നമ്മളെ കുളത്ത് മാറ്റാൻ വേണ്ടിയുള്ള ഒരു പിരിവുണ്ട് എന്ന് പറഞ്ഞാൽ 2000 ഉറുപ്പ്യ കിട്ടും. 2 കൊല്ലം കുളത്ത് മാറ്റാനുള്ള പൈസ തരും ആൾക്കാർ. എന്നിട്ട് അത് എവിടെയെങ്കിലും ഒരു തുറന്നിട്ടുണ്ടെങ്കിൽ കുളത്തുണ്ടാവില്ല. അങ്ങനെയൊക്കെയാണ് പരിപാടിയുള്ളത്. അത് ദുരുപയോഗം ചെയ്യുന്നത്. ഈ കക്കൂസിന്റെ ദുരുപയോഗം എന്ന് പറഞ്ഞത് അതന്നെയല്ല, വേറൊന്നുമില്ലല്ലോ. അതല്ലേ പാടെ നടക്കുക പരിപാടി. അപ്പം ഇനിയിപ്പോൾ ദുരുപയോഗം ചെയ്യുന്നു എന്ന് വിചാരിക്കുക, 100-ൽ 2 പേരാണ് ചെയ്യുക. അതിന് വേണ്ടി 98 ആൾക്കാർക്കുള്ള അവകാശം നിഷേധിക്കാൻ പാടുണ്ടോ? ഇല്ല എന്ന് ഞാൻ പറയണമെന്നില്ല, ഉണ്ടാവും. 100-ൽ 2 പേര് ദുരുപയോഗം ചെയ്യുന്നു വെക്കുക. അതിനുള്ള പരിഹാരം എന്താ വെച്ചാൽ കാണല്ലേ വേണ്ടത്. ഇതാണ് സൗകര്യങ്ങൾ എന്ന പേരിൽ ഉണ്ടാക്കി തീർക്കുന്ന അസൗകര്യം. മുറ്റം നിറയെ കട്ട വിരിച്ചു, തുപ്പാൻ സ്ഥലമില്ല. ആ കട്ടട്ട ആളാരാച്ചാൽ അയാളെ ചെലവ് തന്നെ നല്ലൊരു വലിയ ചെടിച്ചട്ടി വാങ്ങാം, അതിൽ മണൽ നിറച്ചിട്ട് എല്ലാ ഡോറിന്റെ അവിടെയും വെക്കുക, എന്നാ ഉഷാറായി.